ധ്യാനചിന്തയ്ക്കായിട്ട് ആസ്പദമാക്കിയ വാക്യം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കിവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ് ഈ മർക്കോസിന്റെ ഈ സുവിശേഷത്തിന്റെ ഭാഗത്തുള്ളത്. 4 കൂട്ടുകാർ ചേർന്ന് ഒരു പക്ഷപാത രോഗിയെ കിടക്കയോടൊപ്പം ചുമന്ന് കർത്താവായ യേശുക്രിസ്തു ഇരിക്കുന്നതായ സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ അവിടെ വരുമ്പോൾ അധികം പുരുഷാരമുള്ളതിനാൽ ആ സ്ഥലത്തേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് വളരെയധികം പ്രയാസം നേരിട്ടു. അങ്ങനെ അവർ ഒരുമിച്ചുള്ളതായ അവരുടെ പ്രവർത്തനം മൂലം ആ പക്ഷപാത രോഗിയെ അവ വീടിന്റെ മുകൾ ഭാഗം ഇളക്കി ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുന്നതായിട്ട് കാണും. അങ്ങനെ പക്ഷപാത രോഗിയെ കണ്ട യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് ആ പക്ഷപാത രോഗിയെ ആ മനുഷ്യന്റെ പാപങ്ങൾ, മുൻകാല പാപങ്ങളൊന്നും തന്നെ കണക്കിടാതെ എല്ലാ കാര്യങ്ങളും മോചിപ്പിച്ച് അല്ലെങ്കിൽ പാപമോചനം കൊടുത്ത് പക്ഷപാത രോഗത്തിൽ നിന്നും വിമോചനാക്കുന്ന ഒരു രംഗമാണ് അവിടെ കാണുന്നത്. അങ്ങനെ നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു, നീ നിന്റെ കിടക്കയെടുത്ത് നിന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. ഇത് കേട്ടുകൊണ്ടിരുന്നതായ വ്യക്തികളിൽ ചില ശാസ്ത്രിമാരുണ്ടായിരുന്നു. ഈ ശാസ്ത്രിമാർക്ക് അന്നത്തെ നിയമങ്ങൾ അനുസരിച്ച് പാപമോചനം നേടിക്കൊടുക്കുന്നതിനാകെ അവകാശമുള്ളത് ദൈവത്തിന് മാത്രം ആയിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയായി. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ യേശു ചെയ്തത് പാപമോചനമായതുകൊണ്ട് കർത്താവിന്റെ പ്രവർത്തനങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ദൈവദൂഷണം പറയുന്നു, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇത് ഇവരുടെ ഈ മനസ്സിലെ വിചാരം കണ്ടിട്ട് ഉടൻ തന്നെ ഇങ്ങനെ യേശു അരുളി ചെയ്യുന്നു, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാവുന്നു എളുപ്പം എന്ന് ചോദിക്കും. അങ്ങനെ പാപങ്ങളെ മോചിപ്പിക്കുന്നതിന് മനുഷ്യപുത്രന് അധികാരം ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് പക്ഷപാതക്കാരനോട് ഇപ്രകാരം തന്റെ കിടക്ക എടുത്ത് തന്റെ വീട്ടിലേക്ക് പോകുവാൻ അരുളി ചെയ്യുന്ന യേശുവിനെ നമ്മൾ കാണും. ഇതേ പ്രവൃത്തി തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിലുള്ള ഇതേ വാക്യങ്ങൾ തന്നെ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയും, അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 വരെയും നമുക്ക് കാണാൻ കഴിയും. ശിഷ്യന്മാർ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തിരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തില് 10-ാം അധ്യായത്തിൽ 22-ന്റെ 23 നിങ്ങൾ ഇറങ്ങി നിങ്ങളുടെ പാവങ്ങൾ മോചിച്ചു തരുന്നതിന് ആരോടുകൂടെ പറയുന്നുണ്ടോ അവർക്കെല്ലാം പാവം മോചിച്ചു കൊടുക്കുന്നതിനുള്ള അധികാരം ഞാൻ തന്നിരിക്കുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു അവരോട് പറയും. അങ്ങനെ മനുഷ്യരിലേക്ക് പാപക്ഷമയ്ക്കുള്ള അധികാരം കൊടുക്കുന്നതായ യേശുക്രിസ്തുവിന്റെ രക്ഷ നൽകുന്നതായ പ്രവർത്തനത്തെ നമുക്ക് ഇതിൽ കാണുന്നു. അങ്ങനെ ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ളതായ ആ ഒരു വലിയ വിടവിനെ നികത്തുന്നതിനും അതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ അധികാരത്തെ എത്ര കണ്ട് വിശാലമായ ഒരു തലത്തിലേക്ക് ഉയർത്തുന്നതിനും ഈ പ്രവർത്തനത്തിലൂടെ കഴിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഈ പ്രവർത്തനം കണ്ട്, അല്ലെങ്കിൽ ഈ പാപക്ഷമ കണ്ട്, അല്ലെങ്കിൽ ഈ പക്ഷപാത രോഗിയുടെ ഈ രോഗത്തിൽ നിന്നുള്ള വിടുതൽ കണ്ട് ആ മനുഷ്യർ എല്ലാവരും ഒരുമിച്ച് വിസ്മയിക്കുകയും ഇങ്ങനെയുള്ള പ്രവർത്തനം നാം ഒരു നാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ അവിടെ കൂടിയതായ ഒരു പുരുഷാരത്തെ മുഴുവൻ ഈ ശാസ്ത്രിമാരെ ഉൾപ്പെടെ ഒരു പാപക്ഷമയിലേക്കും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അതുവരെ ഉള്ളതായ എല്ലാ വിശ്വാസങ്ങൾക്കും പ്രമാണങ്ങൾക്കും എതിരായി അവരെ വിശ്വസിപ്പിച്ചുകൊണ്ട് പുതിയൊരു ചിന്താധാരയിലേക്ക് നടത്തുന്നതിനുള്ള യേശുവിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ക്ഷമയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ, അല്ലെ ഒരു കൂട്ടുകാരുടെ ക്ഷമയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം മൂലം തന്റെ പക്ഷപാതക്കാരനായ മറ്റൊരു സുഹൃത്തിനെ രക്ഷപ്പെടുത്തുന്നതിനുള്ളതായ പ്രവർത്തനം, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള യേശുവിന്റെ
പ്രവർത്തനം എന്നിവയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നമുക്ക് നൊയമ്പിൻ്റെതായ കാലങ്ങളിൽ നമുക്ക് ക്ഷമയോടുകൂടി നമ്മുടെ ഭക്ഷണത്തോടുകൂടെ ഉള്ള ആർത്തിയെയും അല്ലെങ്കിൽ നമ്മളുടെ മറ്റു പല പ്രവർത്തന മേഖലകളിലേക്കുള്ള നമ്മുടെ ചിന്തകളെയൊക്കെ മാറ്റി ദൈവികമായ പ്രവർത്തനങ്ങളിലേക്കും അതുപോലെ തന്നെ 50 ദിവസത്തെ നോമ്പിന്റെ ആ ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ച് തുടർന്ന് നമ്മുടെ ജീവിത രീതിയെ അതിനനുസരിച്ച് നൊയമ്പിനെ ക്രമങ്ങൾക്കനുസരിച്ച് ഒന്ന് ക്രമപ്പെടുത്തുന്നതിനുമുള്ള ദിവസങ്ങളാക്കി ഇതിനെ മാറ്റിയെടുക്കണം. യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ തുടക്കം മുതൽ ഈസ്റ്ററിന്റെ ദിവസത്തിന് തൊട്ടു മുമ്പുള്ളതായ ആ വെള്ളിയാഴ്ച, അതിനെ നമ്മൾ വേദപുസ്തകത്തിൽ പല രീതിയിൽ കാണും. ദുഃഖ വെള്ളിയാഴ്ച എന്ന് നമ്മൾ പറയുന്നുണ്ട് എങ്കിലും ഗുഡ് ഫ്രൈഡേ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ വിവക്ഷ വെച്ചിരിക്കുന്നത്. അതിന് തൊട്ടു മുമ്പുള്ളതായ വ്യാഴാഴ്ച, ആ വ്യാഴാഴ്ച അന്ത്യ അത്താഴം ഒരുക്കുന്നതായ യേശുക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയും. ശിഷ്യന്മാരെ വിളിച്ചതിന് ശേഷം മലയിലേക്ക് പോയി കണ്ണുനീര് രക്തം പോലെ ധാരധാരയായി ഒഴുകി പ്രാർത്ഥിക്കുന്നതായ യേശുവിനെ നമ്മൾ കാണാൻ കഴിയും. അപ്പോഴും ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ പറയുന്ന ശിഷ്യന്മാർ ഉറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോഴും അവരോടും ക്ഷമ കാണിക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് കാണാം. പിന്നീട് തന്നെ ബന്ധനസ്ഥനായി കൊണ്ടുവരുന്നതിനുമായിട്ട് ശ്രമിക്കുന്ന പട്ടാളക്കാരുടെ ചെവി അറുത്ത് കളയുന്ന ശിഷ്യനോട് ഇങ്ങനെ അരുളി ചെയ്യുന്നു: നിങ്ങൾ ക്ഷമയില്ലാത്തവരായി തീർന്ന് വാളെടുക്കുവാൻ ശ്രമിച്ചാൽ നിങ്ങളും വാളാലെ നശിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെവി വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും. തൻ്റെ ജീവിതത്തിലെ കഠിനങ്ങളായ ദിവസങ്ങളാണ് പിന്നീട് വരുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന യേശുക്രിസ്തു അവയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ കൂടെ നടക്കുന്ന ആളുകളെ യഥാസ്ഥാനപ്പെടുത്തുന്നതിനും പ്രത്യേകിച്ച് സ്ത്രീകളെ അവരുടെ വിഷമങ്ങളിൽ നിന്ന് വിടുതൽ ചെയ്ത് അവരുടെ ബന്ധുക്കളെക്കുറിച്ചും അവരുടെ ആളുകളെ കുറിച്ചും കൂടുതൽ ചിന്തിക്കുന്നതിന് സമയം കൂടുതൽ ചെലവാക്കുന്നതിന് വേണ്ടി അവരോട് ആഹ്വാനം ചെയ്യും. അങ്ങനെ സ്വന്തം പ്രാണൻ വെടിയുന്ന സമയത്ത് പോലും കൂടെ നടക്കുന്ന അല്ലെങ്കിൽ കൂടെ കിടന്നതായ കള്ളന്മാരെ അല്ലെങ്കിൽ തന്നോട് പാവക്ഷമയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിച്ച കള്ളനോട് ഇന്ന് നീ എന്നോടൊപ്പം പർദീസിൽ ഇരിക്കും എന്ന് ആഹ്വാനം ചെയ്യുന്നതായ യേശുക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നമ്മൾ ക്ഷമയോടുകൂടിയുള്ള ജീവിതത്തിനോടുകൂടി നമുക്ക് ഈ നൊയമ്പിന്റെ അവസ്ഥയിൽ നമുക്ക് നമ്മുടെ ക്രിസ്തുവിനോട് താദാത്മ്യം പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇപ്രാവശ്യത്തെ നൊയമ്പും പ്രാർത്ഥനയും ഉപയോഗപ്പെടുത്തുന്നതിന് നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷയിൽ നിന്നും